അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാളികേരമൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും കണ്ണനെ കൂടി തന്നെ പൊളിച്ചത്. കണ്ണനുണ്ട്, ആദു ഒക്കെ കൂടിയാണ് പൊളിച്ചത്. അപ്പോൾ പൊളിച്ചിട്ട തേങ്ങയൊക്കെ അങ്ങനെ പൊട്ടിച്ചിട്ട് വെയിലത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ തേങ്ങ ഇനി പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ വെള്ളമുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വെയിലത്ത് വെച്ച് അതിൻ്റെ മുകളിൽ നെറ്റിട്ട് അതിന് തൊടിയിൽ കൊണ്ടിട്ട് വെയിലുള്ള സ്ഥലത്തൊരു പഴയ ടേബിൾ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ടത്. ഇനി ഇതിൽ കുറേ നമുക്ക് മുളച്ച തേങ്ങയും അതുപോലെ തന്നെ കൊട്ടത്തേങ്ങയൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ മഴ വെച്ചിട്ട് വെട്ടിപ്പൊളിക്കുക ചെയ്തിട്ടോ. ഞാൻ കുറച്ച് പൊളിച്ചുള്ളൂ. എനിക്ക് ജോലിക്ക് പോകേണ്ടതാവുകൊണ്ട് രാവിലെ കുറച്ച് പൊളിച്ച് ബാക്കി കണ്ണനും അതും ഒക്കെ കൂടിയാണ് പൊളിച്ചത്. അതേമാതിരി തേങ്ങ അങ്ങനെ തല്ലി പൊട്ടിച്ച് ചെത്തി ഉണക്കിയിടുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഈ തേങ്ങ ഞാൻ ചെത്തി ഫുള്ള് എടുത്തു കേട്ടോ. അതേമാതിരി തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അവരും എനിക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഞാൻ ഫുള്ള് ചെത്തിയിട്ട്, നമ്മൾ ഓടിട്ട് വീടല്ലേ, അപ്പോൾ അപ്പുറത്ത് അനിയൻ്റെ വീട് ടെറസാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടിട്ട്, അവിടെ ഭയങ്കര വെയിലല്ലേ, ഇപ്പോൾ എന്തൊരു ചൂടാ വെയിലിന്. അപ്പോൾ ഞാനത് നല്ലോണം തേങ്ങ അങ്ങനെ അടന്ന് വരാനും നിന്നില്ല. ഒറ്റ ദിവസം വെയിലത്തിട്ട് ഉണക്കി ഞാൻ ബാക്കി തല്ലി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ടെറസിന് മുകളിൽ കൊണ്ടിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഈ നീല കളർ കാണാൻ കേട്ടോ അനിയൻ്റെ വീട്. അപ്പോൾ അവിടെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഒരു 3-4 ദിവസം ആയപ്പോഴേക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വേഗം അത് കൊണ്ടുപോയി ആട്ടിക്കൊടുന്നു കേട്ടോ. മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കൊടുന്നു. എണ്ണയൊക്കെ അങ്ങനെ കൊടുന്നപ്പോൾ തന്നെ ഞാനത് ചൂട് ആകുമല്ലോ. അപ്പോൾ വേഗം വീട്ടിലെത്തി ഉടനെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അണ്ടാവിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് അത് നൂറാൻ വെച്ചു കേട്ടോ. വെയിലത്ത് വെച്ച് അതിന് മുകളിലൊരു തുണിയൊക്കെ കെട്ടി വെച്ചു. നല്ലപോലെ ഊറി. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഞാൻ അത് വേറെ ഈ ഒരു കുടത്തിലേക്കും അതുപോലെ വേറൊരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് ഒഴിക്കാനും എടുക്കാനൊക്കെ എളുപ്പം ഇതാവുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. കന്നാസിക്ക് പിന്നെ ആക്കിയൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ ഒഴിച്ച് വെച്ചിട്ടും വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ വല്ല അംശവും പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ആട്ടുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ മിഷ്യൻ ചൂടാകുമ്പോഴൊക്കെ വെള്ളം തിളയ്ക്കുന്ന പറയുന്നതൊക്കെ, പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനത് ആട്ടി ഫുള്ള് നോക്കി നിന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല, അങ്ങനെ പറയുന്നതൊക്കെ. എന്തായാലും നമുക്ക് വെയിലത്ത് വെച്ചാൽ എണ്ണ നല്ല ക്വാളിറ്റി ഉള്ള എണ്ണയായി കിട്ടും. 2-3 ദിവസം വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിച്ചിട്ട് നമുക്ക് എണ്ണ എടുത്ത് വെച്ചാൽ പെട്ടെന്നൊന്നും എണ്ണ കേടാവില്ല കേട്ടോ. നല്ല അടിപൊളി ശുദ്ധമായ എണ്ണയാവും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വെയിലത്തിട്ട് തന്നെയാണല്ലോ ഉണക്കിയെടുക്കുന്നത്. പക്ഷേ ഈ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാകുന്നത് ഒരു പ്രശ്നം പറഞ്ഞാൽ കുറേ ആകുമ്പോൾ നമുക്കൊരു കാറിൽ വരും. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഒരു കാറിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിലത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 2 പാത്രത്തിലാക്കി വെച്ചു. ബാക്കി അടിഭാഗം ഞാൻ അങ്ങനെ ഊറ്റിയിട്ട് അതിങ്ങനെ ഈ ഒരു ഇതിലേക്ക് തുണിയിൽ കെട്ടി വെച്ചിട്ട് ഈ ഒരു അരിപ്പ് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒറ്റിയിട്ട് ഈ ഒരു പാത്രത്തേക്ക് നമുക്ക് എണ്ണ കിട്ടും. അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് അവിടെ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണയിൽ അത് കഴിയുമ്പോൾ അതിലേക്ക് എടുക്കാം കേട്ടോ. പിന്നെ അന്നിങ്ങനെ 1-2 ദിവസം ഞാൻ നല്ലപോലെ വെയിൽ കൊള്ളിച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ബോട്ടിലേക്കും കന്നാസിലേക്കും ഒക്കെ ആക്കി നല്ല സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ബോട്ടിലുകൾ, ഇപ്പോഴാണ് ഞാൻ ബോട്ടിലുകളുടെ കാര്യം ശ്രദ്ധിച്ചത്. ഞാനങ്ങനെ ബോട്ടിലുകൾ കുറേ ആകുമ്പോൾ ഹരിതസേനക്കാർ വരുമ്പോൾ ആ ഇതിലിട്ടിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ എണ്ണ ഒക്കെ നോക്കുമ്പോൾ ബോട്ടിലുകളൊന്നും കാണില്ല. ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എനിക്ക് ഏട്ടൻ്റെ അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. ഇതാണ് കിച്ചണിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ബോട്ടിൽ ഞാൻ എണ്ണയാക്കി. പിന്നെ ബാക്കിയുള്ള കുറച്ച് ബോട്ടിലുകളിലൊക്കെ ഏകദേശം കിട്ടിയതൊക്കെ കഴുകി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുത്ത് തന്നെയാണ് കേട്ടോ ഈ ബോട്ടിലുകളൊക്കെ വൃത്തിയാക്കി. വെള്ളത്തിൻ്റെ ഒരു തുള്ളി അംശമില്ലാതെ വേണം. ഒന്നും വെള്ളം അതിൽ പാടുന്നില്ല, അങ്ങനെ വേണം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ. ഇല്ല പറഞ്ഞാൽ പെട്ടെന്ന് കാറിയിട്ട് നമുക്ക് എണ്ണ കേടായി പോകും. അതുപോലെ ഈ താഴെ ഇരിക്കുന്ന ഈ കന്നാസിൽ ഒക്കെ ഞാൻ ആ കുടത്തുനിന്ന് ഇങ്ങനെ ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിലാക്കി വയ്ക്കുന്നത്. ഈ ഒരു പാത്രം ഞാൻ ഈ ബോട്ടിലാണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാ ബോട്ടിലേക്ക് ഞാൻ എണ്ണ അങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ വേഗം ആട്ടിയിട്ട് ഏട്ടന് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പെട്ടെന്ന് കേടാവാതെ സൂക്ഷിക്കണം. ആ ഒരു ഇതും കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ ബോട്ടിലുള്ള എണ്ണയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെയാണ് സൂക്ഷിക്കുക കേട്ടോ. ബാക്കിയുള്ള നമ്മൾ ഈ ഒരു വലിയ കന്നാസിലൊക്കെ ആക്കി വയ്ക്കുന്നതും പിന്നെ അത്യാവശ്യം നമുക്കൊരു എണ്ണ ഓരോ ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് കഴിയുമ്പോൾ അതിനുള്ളത് ഞാൻ പുറത്ത് വയ്ക്കും. ബാക്കി തണുപ്പിച്ചത് ഞാൻ ലാസ്റ്റ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കിട്ടുന്ന കൊപ്രയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അതിന് പറ്റിയെന്നുണ്ടാവില്ല, ഉള്ളവർക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഒന്നാമത് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരുപാട് സമയം വഴുകി. അപ്പോൾ കുറേ തേങ്ങ കേടായിപ്പോയി. ഒരുപാട് തേങ്ങ മുളച്ചിട്ടും പിന്നെ അങ്ങനെ വെള്ളം വച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ഇപ്പോൾ പിന്നെ ഈ ഒരു സമയമായപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുകൊണ്ട് അങ്ങനെ എനിക്ക് ഒക്കെ ചെയ്യാൻ പറ്റി. അത് പെട്ടെന്ന് പൊട്ടിക്കാനും ഉണക്കാനൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോരോ ബോട്ടിലേക്ക് ഞാനിങ്ങനെ എണ്ണ ആക്കി വയ്ക്കുകയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എത്ര ആൾ ഈ ഒരു വേനൽക്കാലം ആയപ്പോഴേക്കും നിങ്ങൾ എണ്ണയൊക്കെ അങ്ങനെ സേവ് ചെയ്ത് വെച്ചു. ഇപ്പോൾ തേങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വില ഉണ്ട്, എണ്ണയും അത്യാവശ്യം നല്ല വില കൂടിയിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ 400, 300 അങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ എണ്ണയൊക്കെ ആട്ടി ഇതാക്കി വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ സാധാരണ പുറത്ത് വയ്ക്കുന്ന എണ്ണയിൽ ഇതുപോലെ ഉപ്പും കുരുമുളകും ഇട്ട് വയ്ക്കും കേട്ടോ, എണ്ണ പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കന്നാസിലുള്ള എണ്ണയിലും ഇട്ട് വെച്ചിട്ടോ. ഈ ബോട്ടിലുള്ള എണ്ണയിലൊന്നും ഞാൻ ഉപ്പും കുരുമുളകൊന്നും ഇട്ടുന്നില്ല. ഇത് പണ്ടൊക്കെ ഈ കുരുമുളക് ഇടലൊക്കെ അമ്മ ഇവിടെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട് വെക്കുന്നത് കാണാറുണ്ട്, എണ്ണ പെട്ടെന്ന് കേടാവാതിരിക്കാനാണ്. ഇപ്പോൾ പിന്നെ എന്നോട് വേറൊരു ചേച്ചിയാണ് എനിക്ക് പറഞ്ഞത് കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കേടാവില്ല എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി എണ്ണയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇത് എണ്ണ നമുക്ക് കാറോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല പറഞ്ഞാൽ ഈ എണ്ണ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ തൊണ്ടയ്ക്ക് നമുക്കൊരു ടേസ്റ്റ് ഇല്ലായും അതിനൊരു, ഞങ്ങളിവിടെ കാറാന്നാണ് പറയുക കേട്ടോ, ഇനി വേറെ ഓരോ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ആ എണ്ണയ്ക്ക് ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലുള്ള എണ്ണയൊക്കെ ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലുകളിലൊക്കെ എണ്ണ നിറച്ച് വെച്ചിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെയും 1/2 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും 1.5 ലിറ്റർ എല്ലാം ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 20 ലിറ്ററിൻ്റെ മുകളിൽ എണ്ണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ കന്നാസത്തെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യണം. ഇത് പിന്നെ ഈ ബോട്ടിലത്തെ കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇതായിട്ട് കൊടുക്കുക, പിന്നെ ഇത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഈ കന്നാസത്തി അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഫ്രീസറിൽ വെച്ചതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഇപ്പോൾ അധികം ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ മീനോ അങ്ങനെ എന്താ സംഭവമുള്ളൂ, ഐസൊക്കെ കട്ടേക്കാൻ വെച്ചത് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊന്നും ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാവാറില്ല. എൻ്റെ അടുത്ത് കറി കുറേ ചൂടാക്കിയൊന്നും ഞാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ആദ്യം ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ടേക്കണം ആ ബാസ്ക്കറ്റ് അതിലേക്ക് ഇട്ട് വയ്ക്കുക. വെജിറ്റബിൾസ് ഞാൻ ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ അതിൽ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഇനിയും നല്ല സ്ഥലമുണ്ട് കേട്ടോ എനിക്ക്, ഇനി എന്തെങ്കിലുമൊക്കെ വെക്കാനും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ആ ബാക്കി ബോട്ടിലുകൾ കിട്ടുമ്പോൾ ഞാൻ കുറച്ചും കൂടി നിറച്ചിട്ട് ഇതേമാതിരി ആക്കി വയ്ക്കും കേട്ടോ കന്നാസിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ എണ്ണ സൂക്ഷിച്ച് വെക്കാറുണ്ടോ, ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.